പോകാമെന്ന് വിചാരിക്കുകയാണ്. പേര് നമ്മൾ കേട്ടതുപോലെ ജെയ്സൺ എന്നാണ്. ഗൂഡല്ലൂരുകാരനാണ്. പക്ഷേ വർഷങ്ങളായി ഗൂഡല്ലൂരല്ല, ഇപ്പോൾ പത്തനംതിട്ടയിലാണ്. എന്ന് പറഞ്ഞാൽ 2003 കർത്താവിൻ്റെ വചനം പഠിക്കാനായിട്ട്, 2002 കർത്താവിൻ്റെ വചനം പഠിക്കാനായിട്ട് വേദനാഥം ട്രെയിനിങ് സെൻറ്ററിൽ കടന്നു പോവുകയും അവിടെ നിന്ന് പിന്നെ കർത്താവിൻ്റെ വചനം പഠിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നീട് BBIയിലേക്കും, അതായത് ബ്രദറൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും, അവിടെ നിന്ന് വീണ്ടും ദൈവവചനം പഠനം ആഗ്രഹിച്ചുകൊണ്ട് ഏഷ്യൻ ക്രിസ്ത്യൻ അക്കാഡമി എന്നതായ സ്ഥലത്തേക്കും പോകുവാനിടയായി. അവിടെ കർത്താവിൻ്റെ വചനം പഠിക്കാൻ കർത്താവ് അനുവദിച്ചു. അതിനുശേഷം 2010 തിരിച്ചു വന്ന് വേദനാഥത്തിൽ തന്നെയാണ് ദൈവവചനം പഠിപ്പിക്കാനായിട്ട് തുടങ്ങിയത്. അതിനുശേഷം ഏകദേശം 12 വർഷക്കാലം രഹബോത്ത് തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നതായ സ്ഥാപനത്തിൽ കർത്താവിൻ്റെ വചനം പഠിപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടുന്ന് ഞാൻ റിസൈൻ ചെയ്ത് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ബ്രദറൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എന്നെ ക്ഷണിക്കുകയും അവിടെ വന്ന് ജോയിൻ ചെയ്യാനായിട്ട് വിളിക്കുകയും ചെയ്തത്. അങ്ങനെ 3 വർഷം മുൻപ് അവിടെ ചെന്ന് ചേരുവാനും ഇപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞങ്ങൾ പത്തനംതിട്ടയിലുള്ള പരിയാരം ബ്രദറൻ സഭയോട് ചേർന്നാണ് കർത്താവിനെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത്. അതാണ് സംക്ഷിപ്തമായിട്ട് എന്നെക്കുറിച്ച് പറയാനുള്ളത്. എനിക്ക് ഒരു ഭാര്യയുണ്ട്. ഭാര്യയുടെ പേര് റിനി എന്നാണ്. 2 കുഞ്ഞുങ്ങളെ ദൈവം തന്നിട്ടുണ്ട്. മൂത്തത് മോളാണ്, മോളുടെ പേര് ജൂലിയ. രണ്ടാമത്തത് മോൻ, അവൻ്റെ പേര് ജെഫ്രിൻ എന്നാണ്. ഞങ്ങൾ കുടുംബമായും സന്തോഷമായിട്ടിരിക്കുന്നു. പപ്പയും മമ്മിയും ഗൂഡല്ലൂരാണ്. ഞങ്ങൾ വാസ്തവത്തിൽ അങ്കമാലിക്കാരാണ്. അങ്കമാലിയിൽ നിന്ന് കുടിയേറി ഗൂഡല്ലൂർ താമസിക്കുന്നവരാണ്. അങ്ങനെ വർഷങ്ങളായി ഞങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നു. ഇവിടെയും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വിവിധമായ വഴികൾ കർത്താവ് നൽകുന്നു എന്നോർത്തുകൊണ്ട് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഒരു വാക്ക് വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുക. ഒരു കാരണവശാലും കർത്താവിൻ്റെ വചനം എടുത്തു നിൽക്കാനായിട്ട് താല്പര്യപ്പെടാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവരുടെയൊക്കെ പ്രായത്തിൽ, ഈ കുഞ്ഞു മക്കളുടെയൊക്കെ പ്രായത്തിൽ കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി നിൽക്കാൻ താല്പര്യമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ നമ്മുടെ സമൂഹത്തിലൊക്കെ ഉണ്ടായിരുന്ന അന്നത്തേതായ ചുറ്റുപാടുകളുടെയൊക്കെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഈ പരിപാടി നമുക്ക് പറ്റിയതല്ല എന്ന് വിചാരിച്ച ഒരു കാലമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ സുവിശേഷ വേല വേണ്ട എന്ന് വിചാരിച്ച ഒരു കാലം. അന്ന് പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം എന്നുള്ളത് വീട്ടിലെ സാമ്പത്തിക സ്ഥിതികളൊക്കെ തന്നെയാണ്. പക്ഷെ അന്ന് ചിന്തിച്ച ആ ഒരു കാര്യം, എങ്ങനെയെങ്കിലും നന്നായി പഠിക്കണം, പഠിച്ചിട്ട് ഒരു ജോലി മേടിക്കണം, എന്നിട്ട് ഒരു IAS-കാരനാകണം. ഇതായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അവിടെ നിന്ന് ദൈവം തിരിച്ച് ഇങ്ങനെ കൊണ്ടുവന്നതെന്ന് ഓർക്കുമ്പോൾ ദൈവത്തിൻ്റെ വഴി എത്ര വിചിത്രമാണെന്ന് മനസ്സിലാക്കാൻ ദൈവം അനുവദിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ വിചാരിക്കുക, ഞാൻ ഒരിക്കലും ഈ വേദപുസ്തകമായിട്ട് നിൽക്കണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം നമ്മുടെയൊക്കെ സഭകളിൽ അന്നുണ്ടായിരുന്ന പ്രശ്നങ്ങളാണ്. എന്ന് പറഞ്ഞാൽ സുവിശേഷകന്മാർക്ക് വലിയ വിലയില്ല, സുവിശേഷ വേല ചെയ്യുന്നവർക്ക് വിലയില്ല, പിന്നെ സുവിശേഷ വേല എന്നുള്ളത് എന്തോ ആണ് എന്ന ഒരവസ്ഥ അറിഞ്ഞോ അറിയാതെയോ സഭകളിൽ വന്നുപോയി. അത് ഞാനും കണ്ടു വളർന്ന ഒരാളാണ്. അപ്പോൾ അത് കണ്ടു വളർന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ പരിപാടിക്ക് ഞാൻ പോകില്ല. സുവിശേഷ വേല ചെയ്യാം, കയ്യിൽ വല്ല പൈസ ഉള്ളപ്പോൾ ആരെയെങ്കിലുമൊക്കെ കൂടെ പോയി അവർക്ക് വേണമെങ്കിൽ സഹായം ചെയ്ത് അങ്ങനെ സുവിശേഷ വേല ചെയ്യാം. പക്ഷേ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ പണമല്ല വേണ്ടേ, നിനക്ക് പറ്റുമെങ്കിൽ വാ എന്ന് പറയുന്ന ഒരു അനുഭവം എൻ്റെയും ജീവിതത്തിൽ കർത്താവ് തന്നു. അതോർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം, ഇന്നും നമ്മുടെ സമൂഹത്തെ നോക്കിയാൽ നമുക്കറിയാം, ഒരു കാര്യം നന്നായിട്ട് നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഇന്നും കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ഉള്ളതായ ചിന്താഗതിക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ, കർത്താവിൻ്റെ വേലക്കാരോടുള്ള ബന്ധത്തിൽ ചിന്താഗതികൾ ഇന്നും മാറിയിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഇന്നത്തെ ബൈബിൾ കോളേജുകളുടെ അവസ്ഥയൊന്ന് നോക്കിയാൽ മതി. ബൈബിൾ കോളേജിൽ ശരിക്കും പറഞ്ഞാൽ വേദപുസ്തകം പഠിക്കാനാകട്ടെ, കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലാകട്ടെ, മലയാളികളെ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. എവിടെയാണ് നമുക്ക് ഈ പ്രശ്നം വന്നേ? ആ പ്രശ്നം വന്നത് വേറെ എവിടെയുമല്ല, നമ്മുടെ ചിന്താഗതിയിലാണ്.
നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ വേലക്കാരോട് കാണിക്കുന്ന ആ ചിന്താഗതിയിലുള്ള മാറ്റമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാണ്. ഞാൻ പൊതുവേ ഉള്ള കാര്യം, ഞാൻ കണ്ട കാര്യം, മനസ്സിലാക്കിയ കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ദൈവം നമ്മയൊക്കെയും കർത്താവിൻ്റെ സമയത്ത് കർത്താവിൻ്റെ വേലയ്ക്കായിട്ട്, കർത്താവിൻ്റെ വ്യത്യസ്തമായ കാര്യങ്ങൾക്കായിട്ട്, കർത്താവിൻ്റെ ഇഷ്ടത്തിനായി വിളിക്കുന്നു, വേർതിരിക്കുന്നു എന്നോർത്തുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. തുടർന്നും ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കുക. പ്രത്യേകിച്ച് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് എനിക്ക് പൂർണ്ണമായിട്ടും അറിയാം. കാരണം വാക്കിൽ തെറ്റാനുള്ള എല്ലാ വഴിയും ഉണ്ട്, ചിന്തകളിൽ തെറ്റാനുള്ള എല്ലാ വഴിയും ഉണ്ട്. പിന്നെ ഈ തെറ്റായിരിക്കും പിന്നീട് ഏറ്റവും വലിയ പ്രശ്നം എന്നും നമുക്കറിയാം. അതുകൊണ്ട് പൗലോസ് പറയുന്ന പോലെ സംസാരിക്കേണ്ടതുപോലെ സംസാരിക്കേണ്ടും വണ്ണം സംസാരിക്കാനായിട്ട് ദൈവത്തിൻ്റെ കൃപ ഞങ്ങൾക്കും ആവശ്യമാണ്. പ്രത്യേകിച്ച് ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചിന്തയിലേക്ക് വരാനായിട്ട് ഞാൻ താല്പര്യപ്പെടുക. ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു കൗമാരപ്രായക്കാരിയായ ഒരു പെൺകുട്ടി, അവൾ വളരെയധികം ഇഷ്ടപ്പെടുന്നതായ ചില വിനോദങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് സ്വിമ്മിങ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒന്ന് കുതിര സവാരി. അങ്ങനെ കുതിര സവാരിയും സ്വിമ്മിങ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അവളുടെ കൂട്ടുകാരുടെ കൂടെ കളിക്കാനായിട്ട് ഒരു ദിവസം പോയി. അങ്ങനെ പോയി അവരെല്ലാവരും കൂടി ചേർന്ന് കുതിര സവാരിയൊക്കെ കഴിഞ്ഞ് അവർ സ്വിമ്മിങ്ങിനായിട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ സ്വിമ്മിങ്ങിനായിട്ട് പോകുന്ന സമയത്ത് ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ ആഴമൊന്നും അറിയാതെയാണ് അവരൊന്ന് എടുത്ത് ചാടി എല്ലാവരും നീന്താനായിട്ട് തുടങ്ങി. ഒരു പെൺകുട്ടി മാത്രം, അവൾക്ക് നീന്താനായിട്ട് പറ്റുന്നില്ല. തിരിഞ്ഞു നോക്കിയപ്പോൾ, അവരുടെ കൂട്ടുകാരൊക്കെ തിരിഞ്ഞു നോക്കിയപ്പോൾ ആകെ കണ്ടത് അവളെ കാണാനില്ല. അവൾ എവിടെ പോയി? ഇത്രയും നേരം നമ്മുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരുന്ന ആ പെൺകുട്ടി അവൾ എവിടെ പോയി? അവസാനം അവളുടെ ചേച്ചിക്ക് മനസ്സിലായി ഇവൾ എവിടെയോ താഴെ പോയിട്ടുണ്ട്, താണു പോയിട്ടുണ്ട്. അങ്ങനെ തിരിഞ്ഞ് ആ സ്ഥലത്തേക്കൊക്കെ തപ്പാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവർ കണ്ടത് കുമിളുകളൊക്കെ മുകളിലേക്ക് വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി. ആ പെൺകുട്ടി അവർ അവിടെ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് വന്നു. അവിടെ നിന്ന് പൊക്കാനായിട്ട് നോക്കിയപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഇവളെ പൊക്കിയെടുക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം ഇവളുടെ ബലം ക്ഷയിച്ചു പോയതുപോലെ അവർക്ക് മനസ്സിലായി. എന്തായാലും അവരെല്ലാവരും ചേർന്ന്, അവളുടെ കൂട്ടുകാരെല്ലാവരും ചേർന്ന് അവളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴും അവൾക്ക് ബോധമില്ലാത്ത ഒരു പെൺകുട്ടിയായിട്ട് അവളവിടെ കിടക്കുക. കുറച്ച് നേരമൊക്കെ കഴിഞ്ഞു, ഡോക്ടർമാർ വന്നു. കുറച്ച് നാളുകൾ കഴിഞ്ഞു, ഡോക്ടർമാരെ കാണാനായിട്ട് അവൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരവസ്ഥയായി. അവൾ ചോദിച്ചു, ഞാൻ എന്താ ഇവിടെ? അപ്പോൾ ഡോക്ടർമാർ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു, നിനക്ക് ഇനിയും നടക്കാൻ പറ്റത്തില്ല. ഇത് കേട്ടതായ ആ പെൺകുട്ടി വളരെ പെട്ടെന്ന് കരയാനായിട്ട് തുടങ്ങി, വളരെയധികം ഒച്ചപ്പാടുണ്ടാക്കാൻ തുടങ്ങി. അവസാനമായിട്ട് അവൾ ചോദിച്ചതായ ചോദ്യം ഇങ്ങനെയാ, ദൈവമേ, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ? എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ? എൻ്റെ കൂടെ കളിച്ചതായ, എൻ്റെ കൂടെ നടന്നതായ, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു പ്രശ്നം നീ എനിക്ക് മാത്രം എന്തിനാ കർത്താവേ തന്നത്? അവൾ കിടന്ന് കരയാനായിട്ട് തുടങ്ങി. അവിടെ കിടന്ന് നിലവിളിച്ച് അവളുടെ സമയം ചെലവഴിക്കാനായിട്ട് തുടങ്ങി. ഞാൻ വിചാരിക്കുക, അറിഞ്ഞോ അറിയാതെയോ ഞാനും നിങ്ങളും പലപ്പോഴും ഈ ഒരു ചോദ്യം ചോദിക്കുന്നവരാ. ഏത് ചോദ്യം? എന്തുകൊണ്ട് കർത്താവേ എനിക്ക് മാത്രം ഇങ്ങനെ? എന്തുകൊണ്ട് കർത്താവേ ഞങ്ങൾക്ക് മാത്രം ഇങ്ങനെ? ഇങ്ങനെ ഒരു ചോദ്യത്തോടു കൂടെയാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ എന്നോടുകൂടെ കർത്താവിൻ്റെ വചനത്തിലേക്ക് ഒന്ന് തിരിയുക. ഫിലിപ്പി ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 12 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഞാൻ എടുക്കുന്നത്. ഫിലിപ്പി ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 12 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 12 ഡൗൺ ടു വേഴ്സ് നമ്പർ 30. ഈ വാക്യങ്ങളിൽ നിന്ന് പൗലോസ് എന്താണ് പറയാനായിട്ട് പോകുന്നത്? ജീവിതത്തിൽ വരുന്നതായ കഷ്ടതകളെക്കുറിച്ച്, ജീവിതത്തിൽ വരുന്നതായ പ്രതിസന്ധികളെക്കുറിച്ച്, ജീവിതത്തിൽ നാം ഒരിക്കലും ആഗ്രഹിക്കാത്തതായ കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെക്കുറിച്ച് പൗലോസ് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. അതിന്
ഏറ്റവും ആദ്യമായിട്ട് ഒരു വാക്യം വായിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു. അതിൻ്റെ 21-ാമത്തെ വാക്യം വളരെ പരിചയമുള്ള ഒരു വാക്യമാണ്. ആ വാക്യം വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു. വളരെ കേട്ട് പരിചയമുള്ള ഒരു വേദവാക്യം അല്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ ഈ വാക്യം വായിച്ച് കേൾക്കാറുള്ളത് എവിടെ വെച്ചായിരിക്കും? ഏറ്റവും കൂടുതൽ വായിച്ച് കേൾക്കുന്നത് സുവിശേഷ പ്രസംഗങ്ങളിൽ കേൾക്കാറുണ്ട്. പക്ഷെ അതിനേക്കാളും കൂടുതൽ നമ്മൾ വായിച്ച് കേൾക്കാറുള്ളത് എപ്പോഴാണ്? മരണവീട്ടിൽ. ശരിയാ, മരണവീട്ടിലാണ് ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ വായിച്ച് കേൾക്കാറുള്ളത്. പക്ഷേ ഈ വാക്യം യഥാർത്ഥത്തിൽ മരണവീട്ടിലല്ല വായിക്കേണ്ടത്. അതിനേക്കാളും അപ്പുറമായിട്ട് ചിന്തിക്കാനും അതിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കാനും നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വാക്യത്തിൽ നിന്നും അതിൻ്റെ മുകളിലും താഴെയുമുള്ള വാക്യങ്ങളിൽ നിന്നാണ് ചില കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് താല്പര്യപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ പൗലോസ് ഈ ലേഖനത്തിൽ, പ്രത്യേകിച്ച് 1-ാമത്തെ അധ്യായത്തിൽ, തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായ പ്രതിസന്ധികളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ചോദിക്കാനായിട്ട് പോവുകയാണ്: എന്തുകൊണ്ടാണ് കർത്താവ് എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളെ നൽകിയത്? അതിന് ഒരു ഉത്തരവും താൻ തരുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ന് ആ ഭാഗത്ത് നിന്ന് ദൈവം നമുക്ക് നൽകാൻ പോകുന്ന ഉത്തരങ്ങളെ ഒന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിൻ്റെ 12-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. നമ്മൾ മലയാളം വായിച്ചു കഴിഞ്ഞാൽ അത് തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ അവർ ചിന്തിക്കേണ്ട ഒരു കാര്യം പറഞ്ഞുകൊടുത്ത് ആരംഭിക്കുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ പൗലോസ് അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ അത് വായിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി വ്യക്തമാകും. ബട്ട് ഐ വാണ്ട് യു ടു നോ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, എന്നാൽ നിങ്ങൾ ഇത് അറിയണം. നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്നാൽ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ പൗലോസിനെ കുറിച്ച് അവരറിഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: പൗലോസ് കാരാഗ്രഹത്തിലാണ്. പൗലോസ് സുവിശേഷം നിമിത്തം കാരാഗ്രഹത്തിൽ വഴിയൊന്നുമില്ലാതെ പ്രശ്നമായി കിടക്കുകയാണ്. ഇതാണ് പൊതുവെ അറിയുന്ന കാര്യം. പക്ഷേ പൗലോസ് ആരംഭിക്കുന്ന ഇങ്ങനെയാണ്: എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. പൗലോസ് പറയുകയാണ്, എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താ എൻ്റെ ആഗ്രഹം? എൻ്റെ ഈ കഷ്ടത എന്തിനു വേണ്ടിയാ ദൈവം തന്നതെന്ന് നിങ്ങൾ അറിയേണ്ടത് വളരെ ആവശ്യമാണ്. നിങ്ങൾ നോക്കുമ്പോൾ കഷ്ടത അനുഭവിക്കുന്ന, പ്രതിസന്ധി അനുഭവിക്കുന്ന, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതിന് വ്യത്യസ്തമായ ഒരു കാര്യം നിങ്ങൾ അറിയണം. എന്താണ് അറിയേണ്ടത്? പൗലോസ് പറയാൻ പോകുന്നത് സുവിശേഷത്തിന് അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് പറഞ്ഞാൽ, പൗലോസ് പറയാൻ പോകുന്നത് ഇങ്ങനെയാ: എൻ്റെ സാഹചര്യം അത് എനിക്ക് അവസരമായി തീർന്നു. എന്തിനു വേണ്ടിയുള്ള അവസരം? കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റുന്ന ഒരു അവസരം. എൻ്റെ പ്രതിസന്ധി അതെനിക്കൊരു അവസരമാണ്. പ്രതിസന്ധികളെ നോക്കിയിട്ട് 2 രീതിയിൽ പ്രതികരിക്കാനായിട്ട് എല്ലാവർക്കും കഴിയും. ഒന്നുകിൽ പ്രശ്നത്തെ നോക്കിയിട്ട് എന്തുകൊണ്ടാ കർത്താവേ ഇങ്ങനെ എന്ന് ചോദിച്ച് കർത്താവിനോട് പിറുപിറുക്കാൻ കഴിയും. അല്ലെങ്കിൽ പ്രതിസന്ധികളെ അവസരമാക്കി മാറ്റാൻ കഴിയും. ഇവിടെ പൗലോസ് പറയുന്നത്, ഫോർ മീ മൈ സർക്കംസ്റ്റാൻസസ് has turned to become an opportunity. എന്നെ സംബന്ധിച്ചോളം എന്തിനാ ദൈവം എന്നെ ഈ വഴിയിൽ കൊണ്ടുവന്ന് വിട്ടതെന്ന് ചോദിച്ചാൽ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമാണ്. നോക്കിക്കേ, അതിന്റെ 13-ാമത്തെ വാക്യം: എൻ്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും സഹോദരന്മാർ മിക്കപേരും എൻ്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം പൂണ്ട് ദൈവത്തിൻ്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ അധികം തുനിയുകയും ചെയ്തിരിക്കുന്നു. ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു, ചിലരോ നല്ല മനസ്സോടെ തന്നെ. അവർ സുവിശേഷത്തിന്റെ പ്രതിവാദത്തിനായിട്ട് ഞാനിവിടെ കിടക്കുന്നു എന്നറിഞ്ഞിട്ട് അത് സ്നേഹത്തിൽ ചെയ്യുന്നു. മറ്റവരോ എൻ്റെ ബന്ധനങ്ങളിൽ എനിക്ക് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് നിർമ്മലതയോടെയല്ല ശാഠ്യത്താലത്രേ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പിന്നെ എന്ത്?
നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏതുവിധമായാലും ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നത്, ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇനിയും സന്തോഷിക്കും. എന്താ പൗലോസ് പറയുന്നത്? പൗലോസ് പറയുകയാണ്, എൻ്റെ ഈ കാരാഗ്രഹ ജീവിതം, ആ ജീവിതം യഥാർത്ഥത്തിൽ എൻ്റെ ഒരു പ്രതിസന്ധി ആയിട്ടാണ് ലോകത്തിലുള്ള എല്ലാവരും അറിയുന്നത്, നമ്മുടെ വിശ്വാസികൾ അറിയുന്നത് ഇതെൻ്റെ പ്രതിസന്ധിയായിട്ടാണ്. പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതെൻ്റെ ഒരു അവസരമാണ്. എന്താ കാരണം എന്നറിയാമോ? എൻ്റെ കർത്താവിനെ കുറിച്ച് ഇത്ര നന്നായി പറയാൻ പറ്റുന്ന വേറൊരു അവസരം എനിക്കില്ല. അതുകൊണ്ട് ഇതെൻ്റെ അവസരമാണെന്നേ ഞാൻ പറയുകയുള്ളൂ. എന്തിൻ്റെ അവസരം? പൗലോസ് പറയുകയാണ്, ഞാൻ സുവിശേഷം ഞാൻ പ്രസംഗിക്കാനിടയാകുന്നു, കൂട്ടു സഹോദരന്മാർ പ്രസംഗിക്കാനിടയാകുന്നു. എൻ്റെ കൂട്ടു സഹോദരന്മാർ മാത്രമല്ല, എന്നെ വെറുക്കുന്നവർ പോലും സുവിശേഷം പറയുന്നവരായി, സുവിശേഷത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നവരായി മാറാൻ ഇടയാകുന്നു. എന്താ കാരണം? ഒറ്റ കാരണം, കർത്താവ് എനിക്ക് തന്ന പ്രതിസന്ധി, എനിക്ക് തന്ന പ്രശ്നം, എന്നെ കൊണ്ടുവന്നിട്ടിരിക്കുന്ന കാരാഗ്രഹം. പൗലോസ് പറയാ, എൻ്റെ അകമ്പടി പട്ടാളത്തിലുള്ള എല്ലാവർക്കും അറിയാം, എൻ്റെ കൂടെ ഈ പട്ടാളത്തിലുള്ള എല്ലാവർക്കും അറിയാം, ഞാൻ ഇവിടെ കിടക്കുന്നത് അത് സുവിശേഷം കാരണമാണ്. അതുകൊണ്ട് ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു. പൗലോസിനെ അവിടെ കൊണ്ടുവന്നിട്ടപ്പോൾ യഥാർത്ഥത്തിൽ കൊണ്ടുവന്നിട്ടത് സുവിശേഷം പറഞ്ഞതുകൊണ്ടാണ്. സുവിശേഷം ഇനി മിണ്ടരുതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടുവന്നിട്ടത്. പക്ഷെ അവിടെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞപ്പോൾ സുവിശേഷം വ്യാപിക്കുകയേ ചെയ്തുള്ളൂ. അപ്പൊ പൗലോസ് പറയുക, പ്രതിസന്ധി എന്നെ സംബന്ധിച്ചോളം അതൊരു അവസരമായി തീർന്നു. എന്തിനു വേണ്ടിയുള്ള അവസരം? ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള അവസരമായിട്ട് തീർന്നു. എന്തിനു വേണ്ടിയുള്ള അവസരം? നിങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുന്ന ഒരു അവസരമായി തീർന്നു. എന്തിനു വേണ്ടിയുള്ള അവസരം? ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരാണെന്നും ആരെന്നും സ്നേഹിക്കാത്തവരാരെന്നും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു അവസരമായിട്ട് അതിനെ ദൈവം മാറ്റി. നമുക്കറിയാം, നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രശ്നം നമ്മൾ ഒരാളോട് പറഞ്ഞു കഴിയുമ്പോൾ രണ്ട് വിധത്തിലുള്ളതായ പ്രതികരണം നമുക്ക് എപ്പോഴും ഉണ്ടാകും. ചിലർ പറയും, നന്നായി, അത്രയല്ലേ കിട്ടിയുള്ളൂ, കുറച്ചും കൂടി കിട്ടണമായിരുന്നു. മറ്റൊരു കൂട്ടരുണ്ട്, അയ്യോ അങ്ങനെയാണോ, ഇതും ഇവിടെയും ഉണ്ട്. എന്താ പൗലോസ് പറഞ്ഞേ? ചിലർ പ്രസംഗിക്കാൻ തുടങ്ങി. ഇപ്പൊ എന്തിനാ പ്രസംഗിക്കുന്നേ? ഇത്രയും ദിവസം പ്രസംഗിച്ചുകൊണ്ടിരുന്നത് പൗലോസിന്റെ കൂടെ നിന്നാ. പക്ഷെ ഇപ്പം മാറി. ഇപ്പൊ എന്തിനാ പ്രസംഗിക്കുന്നതെന്നറിയാമോ? ചിലര് പ്രസംഗിക്കുന്നത് എൻ്റെ കാരാഗ്രഹ ജീവിതം ഒന്നും കൂടി ഒന്ന് കഠിനമാക്കാനാ. പക്ഷേ മറ്റൊരു കൂട്ടരുണ്ട്, അവര് പ്രസംഗിക്കുന്നത് സ്നേഹത്തിൽ നിന്നാ. കാര്യം ശരിയാ, പൗലോസ് കാരാഗ്രഹത്തിലാ, പക്ഷെ കർത്താവിന്റെ വചനം ഒരിക്കലും അടഞ്ഞു പോകുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ടുപോകുന്ന അടുത്തൊരു കൂട്ടരും അവിടെയുണ്ട്. പക്ഷെ പൗലോസ് അവസാനം പറയുന്നത് ഇങ്ങനെയാ, ആകയാൽ എന്തായാലും ഒരു കാര്യം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്, എൻ്റെ ഈ കാരാഗ്രഹവാസം അത് മറ്റുള്ളവർക്കും എനിക്കും ഒരു അവസരമായിട്ട് തീരുന്നുണ്ട്. അത് കർത്താവിനെ അറിയിക്കാനുള്ള അവസരമാണ്. ഞാനിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ആഫ്രിക്കയിലേക്ക് ഒരു ഷൂ കമ്പനി അവർ തീരുമാനിച്ചു, അവരുടെ ഷൂസൊക്കെ ആഫ്രിക്കയിലൊക്കെ ഒന്ന് വിൽക്കണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഒരാളെ വിളിച്ച് അവരുടെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് വിളിച്ചു. എന്നിട്ട് അയാളോട് പറഞ്ഞു, നീ പോയിട്ട് ആഫ്രിക്കയിൽ പോകണം, ചെന്നിട്ട് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണം, അവിടെ ചെന്ന് നമ്മുടെ ഷൂസൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണം, എന്നിട്ട് ഇതൊന്ന് സെല്ല് ചെയ്യണം. അയാൾ പോയി, അവിടെ പോയിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, സാറ് വല്ലാത്ത പണിയാണ് തന്നെ. അപ്പം ചോദിച്ചു, എന്നാ പ്രശ്നം എന്താ? സാറ് ചെരുപ്പ് പോലും ഇടാത്ത ആൾക്കാരോട് ഷൂ ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സാധിക്കും? അതുകൊണ്ട് എനിക്ക് ആ പരിപാടി പറ്റില്ല. വേറൊരാളെ വിളിച്ചു, വേറൊരാളെ വിട്ടു. അയാളും അവിടെ ചെന്നു. അയാൾ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു ടെലഗ്രാം അയച്ചു, പണ്ടത്തെ ടെലഗ്രാം. എന്നിട്ട് അയച്ചത് ഇങ്ങനെയാ, 2 trucks immediately. പുള്ളി പറഞ്ഞത് ഇങ്ങനെയാ, 2 ട്രക്ക് എത്രയും പെട്ടെന്ന് അയച്ചു തരണം. അപ്പൊ അയാളെ വിളിച്ചു വരുത്തി. അയാളോട് ചോദിച്ചു, എന്താ കാര്യം, എന്താ? അപ്പൊ അയാൾ പറഞ്ഞു, സാറേ, അവിടെയുള്ള ആൾക്കാർക്ക് ചെരുപ്പിന്റെ പോലും വില അറിയില്ല. അതുകൊണ്ട് നമ്മുടെ ഷൂസ് ഏറ്റവും ബെസ്റ്റായിട്ട് സെല്ല് ചെയ്യാൻ പറ്റുന്ന
ഒരു സ്ഥലമാണ്. രണ്ട് കൂട്ടം ആൾക്കാർ. ഒരു കൂട്ടർ പറഞ്ഞു, ഒരാൾ പറഞ്ഞു ഇവിടെ പറ്റത്തില്ല, മറ്റേ ആൾക്കാർ പറഞ്ഞു, മറ്റേ ആൾ പറഞ്ഞു ഇവിടെ പറ്റും. നമ്മുടെയും ക്രിസ്തീയ ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണ്. ദൈവം നമ്മളെ രണ്ട് രീതിയിൽ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മളെ രണ്ട് രീതിയിലാണ് കാണാൻ പോകുന്നത്. ഒന്നെങ്കിൽ പ്രതിസന്ധി നോക്കിയിട്ട് പറയും, അയ്യോ എൻ്റെ കർത്താവേ, എന്തിനാ കർത്താവേ ഈ വേദന എനിക്ക് തന്നത്, എന്തിനാ കർത്താവേ ഈ അസുഖം എനിക്ക് തന്നത്, എന്തിനാ കർത്താവേ ഈ ബുദ്ധിമുട്ട് എനിക്ക് തന്നത്, എന്തിനാ കർത്താവേ ഇങ്ങനെ ഒരു ജീവിതം നീ എനിക്ക് തന്നത്. അത് ഒരു കൂട്ടര്. മറ്റേ കൂട്ടര് പറയും, കർത്താവേ ഇതൊരു അവസരം, കർത്താവേ നിന്നെക്കുറിച്ച് പറയാൻ, നിന്റെ മഹത്വം ഒന്ന് കാണാൻ ഏറ്റവും ബെസ്റ്റായ സാഹചര്യമാണ് കർത്താവേ. ഇതിൽ ഏത് കൂട്ടത്തിലാണ് നമ്മൾ പെടുന്നത്? ഞാനും നിങ്ങളും നിൽക്കുന്ന സാഹചര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാനും നിങ്ങളും നിൽക്കുന്ന സാഹചര്യത്തിൽ എത്രമാത്രം ദൈവത്തിന് മഹത്വം കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ട്, എത്രമാത്രം നമ്മുടെ സാധ്യതകൾ, നമ്മുടെ സാഹചര്യങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും നല്ല സാധ്യതകളായി, ഏറ്റവും നല്ല അവസരങ്ങളായി എനിക്കും നിങ്ങൾക്ക് മാറ്റാൻ കഴിയുന്നുണ്ട്. ഞാനും നിങ്ങളും നിൽക്കുന്ന ജോലി സ്ഥലങ്ങൾ, ഞാനും നിങ്ങളും നിൽക്കുന്ന പഠിക്കുന്ന നമ്മുടെ സ്കൂളുകൾ, ഞാനും നിങ്ങളും പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങൾ, ഞാനും നിങ്ങളും ആയിരിക്കുന്ന ചുറ്റുപാടുകൾ എത്രമാത്രം ദൈവത്തെ കാണാൻ പറ്റുന്ന ഒരു അവസരമായിട്ട് മാറുന്നുണ്ട്. എൻ്റെ ഒരു സാറിൻ്റെ മാതാവ് വർഷങ്ങളായിട്ട് കിടപ്പിലാണ്. പക്ഷെ ആ മാതാവിൻ്റെ അടുക്ക പോയിട്ട് തിരിച്ചു വരുന്ന ഒരാൾ ഇങ്ങനെ പറയും, ഇങ്ങനെ പറയാമെന്നറിയാമോ? ആ ആൻറ്റിയുടെ കൂടെ സമയം ചിലവഴിച്ചത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആ ആൻറ്റീനെ എങ്ങനെയാ ഒന്ന് ആശ്വസിപ്പിക്കുക എന്ന് വിചാരിച്ച് ചെല്ലുന്ന ആൾക്കാർ ആശ്വാസം പ്രാപിച്ചവരായി തിരിച്ചു വരും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എൻ്റെയും നിങ്ങളുടെയും സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഇങ്ങനെ പറയാനായിട്ട് കഴിയുന്നുണ്ടോ? പൗലോസിന് പറയാൻ കഴിയുന്നുണ്ട്, ദൈവം തന്ന സാഹചര്യം, ദൈവം തന്ന സാഹചര്യം ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി അവസരമാണെന്ന് നീ പറയുമ്പോൾ ഞാനും അങ്ങനെ പറയാൻ എന്താ വഴി? നമ്മളങ്ങനെ ചിന്തിക്കാറുണ്ടോ? പൗലോസ് പറയാ, എൻ്റെ കഷ്ടങ്ങൾ അത് അവസരമാണെന്ന് തിരിച്ചറിയണമെന്ന് നിർബന്ധത്തോടുകൂടെ പൗലോസ് അവരോട് പറയുക. എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക്, ദൈവത്തിന്റെ മഹത്വത്തിന്, ദൈവനാമത്തിന്റെ മഹത്വത്തിന് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ല, പക്ഷേ അതിനേക്കാളും അപ്പുറമായി എന്ത് അതിൻ്റെ റിസൾട്ട് ആകുന്നു എന്നുള്ളതല്ല ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ സാഹചര്യം ദൈവത്തിൻ്റെ മഹത്വമാണ്. കഴിഞ്ഞില്ല. അതിൻ്റെ 19-ാമത്തെ വാക്യം, നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സഹായത്താലും അത് എനിക്ക് രക്ഷാകരണമായി തീരുമെന്ന് ഞാൻ അറിയുന്നു. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകും. അല്ല പൗലോസേ, ഈ സാഹചര്യം കണ്ടിട്ട് നീയും ഞങ്ങളെപ്പോലെ തന്നെ മരിക്കുന്നതാണെങ്കിൽ ലാഭമാണ്. ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് മരിക്കുന്ന ലാഭം. ഇതല്ലേ നീ പറയുന്നേ? പൗലോസ് പറയാ, അല്ലേ അല്ല, അല്ലേ അല്ല. പൗലോസ് അവിടെ ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവാണ്, മരിക്കുന്നത് ലാഭമാണെന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? മരിക്കുകയാണെങ്കിൽ ഞാൻ, അടുത്ത വാക്യത്തിൽ പറയാ, മരിക്കുകയാണെങ്കിൽ ഞാൻ ക്രിസ്തുവിനോട് കൂടെയാ. ജീവിക്കുന്നു എങ്കിൽ, നോക്കി നമുക്ക് അതിൻ്റെ ആ വാക്യം ഒന്ന് വായിച്ചിട്ട് മുന്നോട്ട് പോകാം. ഇവ രണ്ടിനാലും ഞാൻ ഭാരപ്പെടുന്നു, അല്ലെങ്കിൽ ജരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. 24-ാമത്തെ വാക്യം, എന്നാൽ ഞാൻ ജഡത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. ഇങ്ങനെ ഉറച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി തന്നെ ഞാൻ ജീവനോട് ഇരിക്കുമെന്നും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമെന്നും അറിയുന്നു. എന്താ പൗലോസ് പറയുന്നത്? അയ്യോ, ഇതൊന്ന് തീർന്നു കിട്ടിയായിരുന്നെങ്കിൽ, ഈ പ്രശ്നമൊന്ന് മാറിക്കിട്ടിയായിരുന്നെങ്കിൽ, ഇതൊക്കെ ഇല്ലാതെ ആയിരുന്നെങ്കിൽ എന്ന് പറയുകയല്ല പൗലോസ് ചെയ്യുന്നത്. പൗലോസ് എന്താ ചെയ്യുന്നത്? പൗലോസ് പറയുക, എൻ്റെ കാഴ്ചപ്പാട് ഞാൻ മാറ്റാൻ തയ്യാറാ.
ഞാൻ എങ്ങനെയാ കാണാൻ പോകുന്നത്? ഞാൻ കാണാൻ പോകുന്നത് യേശു ക്രിസ്തുവിന്റെ കണ്ണിലൂടെയാ ജീവിക്കുന്നത്. അത് ക്രിസ്തുവാ ജീവിക്കുന്നത്. കാരണം ക്രിസ്തുവിന് വേണ്ടി ഉപയോഗിച്ച് തീരപ്പെടേണ്ട, ക്രിസ്തുവിനായി മാത്രം തീരേണ്ട ഒരു ജീവിതമാണ് എൻ്റേത്. അതുകൊണ്ട് ജീവിക്കുന്നെങ്കിൽ അത് ക്രിസ്തുവാ, മരിക്കുന്നതെങ്കിൽ അതെനിക്ക് ലാഭമാണ്. കാരണം ഞാൻ ക്രിസ്തുവിനോട് കൂടിയായിരിക്കാൻ പോകുന്നത്. പക്ഷെ ജീവിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. പൗലോസ് പറഞ്ഞ ഇങ്ങനെയാ, നിങ്ങൾ നിമിത്തം ഞാൻ ജീവനോട് ഇരിക്കുന്നത് ഏറെ ആവശ്യം. എന്താ പൗലോസ് പറയുന്നത്? പൗലോസ് പറയുന്നത് നിങ്ങളുടെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി, നിങ്ങളുടെ ഉത്സാഹത്തിനായി, നിങ്ങളുടെ വളർച്ചയ്ക്കായി ഞാൻ ജീവനോട് കൂടെ ഇരിക്കുന്നത് ഏറെ ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ ഉറച്ചിരിക്കുക. എന്താ ഉറച്ചിരിക്കുന്നത്? ജീവനോട് ഇരിക്കുമെന്നും നിങ്ങളോട് കൂടെ ഇരിക്കുമെന്നും ഞാൻ ഉറച്ചിരിക്കുന്നു. പൗലോസ് പറയുന്നത് നമ്മുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമ്മുടെ കാഴ്ചപ്പാടിനൊരു മാറ്റം വരണം. നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ എന്താണെന്നറിയാമോ? നമ്മൾ കാണുന്നത് മുഴുവനും പ്രതിസന്ധിയെ മാത്രമാണ്. നമ്മുടെ കാഴ്ചപ്പാട് എപ്പോഴും നമ്മുടെ കണ്ണിലൂടെ മാത്രമാണ്. നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ സാഹചര്യത്തെ എൻ്റെ കർത്താവിൻ്റെ കണ്ണിലൂടെ കാണണം എന്നുള്ള കാര്യം മറന്നു പോവുക. അങ്ങനെ കാണാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ സാഹചര്യത്തെ പഴിച്ചുകൊണ്ട് ജീവിക്കും. എന്നാൽ എൻ്റെ സാഹചര്യത്തിൽ എൻ്റെ കർത്താവിൻ്റെ കണ്ണിനെ പോലെ കാണുകയാണെങ്കിൽ അതിലൊരു മാറ്റം വരും. നമുക്കറിയാം, നമ്മൾ ഇങ്ങനൊരു പാട്ട് പാടാറുണ്ട്, യേശു എൻ സ്വന്തം ഹല്ലേലൂയ, അല്ലേ? ആ പാട്ട് നമുക്ക് തർജ്ജമ ചെയ്ത് തന്നത് വി നാഗൽ സായിപ്പ. പക്ഷെ ആ പാട്ടിൻ്റെ യഥാർത്ഥ എഴുത്തുകാരി ഫാനി ജെ ക്രോസ്ബി ആണ്. ഈ ഫാനി ജെ ക്രോസ്ബിയുടെ ഏകദേശം 6 മാസം പ്രായമുള്ളപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ടതാണ്. അങ്ങനെ 6 മാസം പ്രായമുള്ളപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ടതായ ഈ ഫാനി ജെ ക്രോസ്ബി അനേക ഗാനങ്ങൾ യേശു കർത്താവിന് വേണ്ടി എഴുതി. അങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് അദ്ദേഹം, ഈ സഹോദരി വളരെയധികം പ്രശസ്തിയായി കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു പ്രസംഗവേളയിൽ ആ പ്രാസംഗികൻ പ്രസംഗമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഈ സഹോദരി അടുക്കൽ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, സഹോദരിയെ ഓർക്കുമ്പോൾ ഞാൻ പലപ്പോഴും ദൈവത്തെ സ്തുതിക്കാറുണ്ട്, പക്ഷേ ഞാൻ വളരെയധികം വേദനപ്പെടുന്നു. അപ്പോൾ സഹോദരി ചോദിച്ചു, എന്തിനാ? നിങ്ങൾക്ക് കാഴ്ച ദൈവം തന്നില്ലല്ലോ. മറുപടിയായിട്ട് ആ സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് കർത്താവ് ഒരു പ്രാവശ്യം കൂടി ജനിക്കാൻ ഒരവസരം തന്നാൽ ഞാൻ കർത്താവിനോട് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയായിരിക്കും, കർത്താവെ, കാഴ്ചയില്ലാത്തവളായി ഞാൻ ജനിച്ചു വീഴാൻ എന്നെ അനുവദിക്കണമേ. അപ്പോൾ ഈ കേട്ടതായ ആ സഹോദരന് മനസ്സിലായില്ല. തിരിച്ചു ചോദിച്ചു, എന്താ സഹോദരി അങ്ങനെ പറഞ്ഞേ? അപ്പോൾ ആ സഹോദരി ഇങ്ങനെയാണ് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം കാണുന്ന മുഖം എൻ്റെ കർത്താവിൻ്റെതായിരിക്കും. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും എങ്ങനെയാ നമ്മുടെ സാഹചര്യങ്ങളെ വിലയിരുത്തുന്നത്? കർത്താവിൻ്റെ കാഴ്ചയിലൂടെ നമ്മുടെ കണ്ണുകളെ കാണാൻ, നമ്മുടെ പ്രശ്നങ്ങളെ കാണാൻ, നമ്മുടെ പ്രതികൂലങ്ങളെ കാണാൻ, നമ്മുടെ ജീവിതത്തെ കാണാൻ, നമ്മുടെ സാഹചര്യങ്ങളെ കാണാൻ നാം പഠിക്കുന്നുണ്ടോ? അതോ നാം സാഹചര്യത്തെ നോക്കിയിട്ട് എൻ്റെ കർത്താവേ, എനിക്ക് എത്ര വിഷമകരമായ ഒരു അവസ്ഥയാ നീ തന്നത് എന്നാണോ ഞാനും നിങ്ങളും ചോദിക്കുന്നത്? അത് പൗലോസിനോട് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൗലോസ് പറയും, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്, മരിക്കുന്നത് ലാഭമാണ്. പക്ഷേ എൻ്റെ ജീവിതം എന്നുള്ളത് ക്രിസ്തുവിന് വേണ്ടിയുള്ളതാ. എങ്ങനെയാ ഈ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നത്? ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത് പൗലോസ് വളരെ കൃത്യമായി പറയുക, അത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ജീവിതമാണ്. മറ്റുള്ളവരുടെ ആത്മീയ നന്മയ്ക്ക് വേണ്ടിയുള്ള ജീവിതമാണ്. മറ്റുള്ളവരുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ജീവിതമാണ്. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവാണെന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയുന്ന ആർക്കാണെന്നറിയാമോ? ജീവിതം മുഴുവനും മറ്റുള്ളവർക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, സഭയിലെ ഓരോ വിശ്വാസികൾക്ക് വേണ്ടിയും അവരുടെ ജീവിതം ക്രിസ്തുവിൽ വളരുന്നു എന്ന് കണ്ടുകൊണ്ട് അതിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാ. ആ വാക്യം കാണാപ്പാടം നമുക്കറിയാം. പക്ഷേ ആ വാക്യത്തിന് മുകളിലും താഴെയും പറയുന്ന കാര്യം പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ്. പൗലോസ് പറയുന്നത് ഇങ്ങനെയാ, എനിക്ക് സത്യമാണ്, എനിക്ക് മരിക്കുകയാണെങ്കിൽ അത് ലാഭമാണ്. കാരണം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, ക്രിസ്തുവിനോട് കൂടെ ഞാനായിരിക്കും.
പക്ഷേ ഞാൻ ഇവിടെ ജീവിക്കുമ്പോൾ ക്രിസ്തുവിനിൽ ജീവിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടോടുകൂടെ എനിക്ക് എൻ്റെ സഹോദരന്മാരെ കാണാൻ കഴിയണം. ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടോടുകൂടെ എൻ്റെ പ്രതിസന്ധിയെ കാണാൻ എനിക്ക് കഴിയണം. ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടോടുകൂടെ എൻ്റെ ജീവിതത്തെ കാണാനായിട്ട് കഴിയണം. പൗലോസ് നമ്മെ ഓർപ്പിക്കുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. കൊലോസി ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. കൊലോസി ലേഖനം 1-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു. നമുക്കറിയാം, നമ്മൾ ഇത്രയും നേരം കർത്താവിൻ്റെ കഷ്ടതയെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. കർത്താവിൻ്റെ കഷ്ടത പൂർണ്ണമാണോ? ഇപ്പൊ പൗലോസ് ഈ പറയുന്ന കാര്യം എങ്ങനെ ശരിയാവുക? പൗലോസ് ഇപ്പൊ പറഞ്ഞ വാക്കെന്താ? കർത്താവിൻ്റെ കഷ്ടത കുറവില്ലാത്തതായിരുന്നെങ്കിൽ പൗലോസ് ഈ വാക്ക് പറയുന്നത് എന്തിനാ? പൗലോസ് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് സഭയായ അവൻ്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു. അപ്പൊ എങ്ങനെ ശരിയാവുക? കർത്താവിൻ്റെ സഭയിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ ആ കഷ്ടത കുറവായിരുന്നു എന്നല്ല പൗലോസ് പറഞ്ഞേ. അവിടെ നോക്കിയേ, കുറവായി ഉള്ളത് എൻ്റെ ജഡത്തിൽ പൂരിപ്പിക്കുന്നു. അപ്പൊ കർത്താവിൻ്റെ കഷ്ടത കുറവല്ലേ? കുറവാണല്ലേ? നമ്മളെ രക്ഷിക്കാനുള്ള കർത്താവിൻ്റെ കഷ്ടതയിൽ മാറ്റമൊന്നുമില്ല, അത് പൂർണ്ണമാ. കർത്താവ് പറഞ്ഞു, കഴിഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. പക്ഷേ നമ്മെ നിലനിർത്താനായിട്ട് ചില വ്യക്തികളെ ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? കഷ്ടതയിലൂടെ കടത്തിവിടുന്നുണ്ട്. പൗലോസ് ഇതേ കാര്യം കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. നമുക്ക് ആ വാക്യം കൂടി ഒന്ന് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. അടുത്ത വാക്യം കൂടി, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. എന്താ പൗലോസ് പറഞ്ഞേ? അവിടെ പൗലോസ് പറഞ്ഞൊരു വാക്കുണ്ട്, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ. അപ്പൊ പൗലോസ് പറഞ്ഞു ക്രിസ്തുവിൻ്റെ കഷ്ടം കുറവാണ്. ഇപ്പൊ പൗലോസ് പറയാ ക്രിസ്തുവിൻ്റെ കഷ്ടം ഞങ്ങളിൽ പെരുകുന്നു. എന്നിട്ട് എന്തിനാ പൗലോസ് അത് പറയുന്നത്? അടുത്തൊരു കാര്യം കൂടി പറയാ, ക്രിസ്തുവിൻ്റെ കഷ്ടം പെരുകുന്നതിൻ്റെ കൂട്ട് തന്നെ എന്ത് പെരുകുന്നുണ്ട്? ആശ്വാസവും പെരുകുന്നുണ്ട്. അപ്പൊ എന്തിനാ ദൈവം ചില ആൾക്കാർക്ക് പ്രത്യേകിച്ച് കഷ്ടത കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൗലോസ് പറയും അതിന് കാരണമുണ്ട്. കാരണം എന്താണെന്ന് അറിയാമോ? ക്രിസ്തുവിൻ്റെ സഭയെ നിലനിർത്താനായിട്ട്, ക്രിസ്തുവിൻ്റെ സഭയെ ആശ്വസിപ്പിക്കാനായിട്ട്, ക്രിസ്തുവിൻ്റെ സഭയെ വളർത്താനായിട്ട്, ക്രിസ്തുവിൻ്റെ സഭയെ പ്രോത്സാഹിപ്പിച്ച് നിർത്താനായിട്ട് ദൈവം ചിലരെ കഷ്ടതയിലൂടെ കടത്തിവിടും. പക്ഷേ ആ കഷ്ടതയെ ദൈവത്തിൻ്റെ കണ്ണിലൂടെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പരാതിക്ക് മാത്രമേ അവിടെ സ്ഥാനമുണ്ടാകുകയുള്ളൂ. പരാതിക്ക് മാത്രമേ സ്ഥാനമുണ്ടാകുകയുള്ളൂ. രാവിലെ ഞാനിങ്ങനെ ചോദിക്കട്ടെ, ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തെ നോക്കിയിട്ട്, നമ്മുടെ സാഹചര്യങ്ങളെ നോക്കിയിട്ട് എന്താ ചെയ്യുന്നേ? നമ്മുടെ ചുറ്റുപാടുകളെ നോക്കിയിട്ട് എന്താ ചെയ്യുന്നേ? നമ്മൾ പറയുന്നത്, കർത്താവേ നീ തന്ന സാഹചര്യം ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ, നീ എന്നെ ഇതിലെയൊന്നും വിടാൻ പാടില്ലായിരുന്നു, അങ്ങനെയാണോ കർത്താവിനോട് പറയുന്നത്? അതോ കർത്താവേ ഇതിൽ നിന്റെ ഉദ്ദേശം എന്താ, അതെനിക്കൊന്ന് തിരിച്ചറിയാൻ കഴിയണേ എന്നുള്ളതാണോ നമ്മുടെ പ്രാർത്ഥന? മൂന്നാമതായിട്ട് പൗലോസ് ഒരു കാര്യം കൂടി പറയുന്നു. അതിൻ്റെ 27 മുതലായ വാക്യങ്ങളിൽ എന്താ പൗലോസ് പറയുന്നത്? ഞാൻ നിങ്ങളെ വന്നു കണ്ടിട്ടോ, ദൂരത്ത് നിന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ,
നിങ്ങൾ ഏക ആത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിനും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം മാത്രം നടപ്പിൻ. എന്താ പൗലോസ് പറഞ്ഞേ? പൗലോസ് ആദ്യം പറഞ്ഞു, യു കനോട്ട് ചേഞ്ച് യുവർ സർക്കംസ്റ്റാൻസസ്, ബട്ട് ചേഞ്ച് യുവർ സർക്കംസ്റ്റാൻസസ് ഇൻ ടു ഓപ്പർച്യൂണിറ്റീസ്. പൗലോസ് രണ്ടാമത് പറഞ്ഞു, യു കനോട്ട് ചേഞ്ച് യുവർ സർക്കംസ്റ്റാൻസസ്, ബട്ട് ചേഞ്ച് യുവർ സർക്കംസ്റ്റാൻസസ് ടു സീ ആസ് ഗോഡ് സീസ്. മൂന്നാമത് പൗലോസ് പറയാ, യു കനോട്ട് ചേഞ്ച് യുവർ സർക്കംസ്റ്റാൻസസ്, ബട്ട് ചേഞ്ച് യുവർ സെൽഫ്. നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റാൻ കഴിയത്തില്ല, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളെ മാറ്റാൻ കഴിയും. എങ്ങനെയാ മാറ്റണ്ടേ? പൗലോസ് പറയാ, ഞാൻ ദൂരത്തിരുന്നാലും ശരി, അടുത്തു വന്ന് നിങ്ങളെ കണ്ടാലും ശരി, എതിരാളികൾ നിങ്ങളെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ ജീവിക്കണം. എങ്ങനെ ജീവിക്കണം? സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം മാത്രം ജീവിപ്പിൻ. എങ്ങനെയാ ഈ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം മാത്രം ജീവിക്കുന്നേ? സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം ജീവിക്കുന്നത് എങ്ങനെയാ? 28-ാമത്തെ വാക്യം, ഇത് അവരുടെ നാശത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും ഒരു അടയാളമാകുന്നു, അത് ദൈവം തന്നെ വെച്ചതാകുന്നു. എന്താ ദൈവം വെച്ചത്? ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, പിന്നെ അവന് വേണ്ടി കഷ്ടം അനുഭവിക്കാനും കൂടെ നിങ്ങൾക്ക് വരം നൽകപ്പെട്ടിരിക്കുന്നു. ഇതിൽ ഏതു വരാ നമുക്കിഷ്ടം? ഏതു വരാ ഇഷ്ടം? ഏതു വരായിരിക്കും ഇഷ്ടം? കർത്താവേ, നിന്നെ എനിക്ക് അറിയാൻ പറ്റിയത് വലിയ കാര്യമാണ്, പക്ഷെ കഷ്ടത മാത്രം നീ എൻ്റെ ജീവിതത്തിൽ തരരുത്. അങ്ങനെയാണോ? അതോ കർത്താവേ, സാഹചര്യങ്ങൾ ഏതുമാകട്ടെ, ഒരിക്കലും വിശ്വാസത്തിന് മാറ്റം വരുന്ന, സുവിശേഷത്തിന് അയോഗ്യമാകുന്ന, സുവിശേഷം പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എൻ്റെ ജീവിതം മാറരുതേ. ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, നമ്മുടെയൊക്കെ സ്ഥലങ്ങളിൽ, നമ്മുടെ സ്വന്തം സ്ഥലത്ത് സുവിശേഷം പറയാൻ ബുദ്ധിമുട്ടാണ്. കുറച്ചപ്പുറം പോയിട്ട് എത്ര വേണമെങ്കിലും വായ തോരാതെ കർത്താവിനെ കുറിച്ച് പറയും. എന്താ പ്രശ്നം എന്നറിയോ? സ്വന്തം സ്ഥലത്ത് വലിയ സാക്ഷ്യമില്ല, പുറത്ത് പിന്നെ ആരും അറിയില്ലല്ലോ, അത് കാരണം കുഴപ്പമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സാഹചര്യങ്ങളെ നോക്കിയിട്ട് കർത്താവെ സാഹചര്യം മാറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മാറ്റം വരുത്തേണ്ട സമയം പണ്ടേ കഴിഞ്ഞു. എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാമോ? എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കണം. പൗലോസ് പറഞ്ഞു, നിങ്ങൾക്ക് ഈ സാഹചര്യം ദൈവം തരുമ്പോൾ ഇതിൻ്റെ മധ്യത്തിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ വന്നു കണ്ടിട്ടോ ദൂരത്തിരുന്ന് കേട്ടിട്ടോ ഒറ്റ കാര്യമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എന്താണ്? സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം നിങ്ങൾ നടക്കുന്നു. എന്താ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണമുള്ള നടപ്പ്? ആ ദാനം ഒന്ന് സ്വീകരിച്ചുകൊണ്ട് അതിനുദ്ദേശിച്ച പോലെ, അവനുദ്ദേശിച്ച പോലെ നടക്കാൻ പറ്റുന്ന ഒരു ജീവിതം. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ കണ്ടിട്ട് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, എന്താ കർത്താവേ ഇങ്ങനെയെന്ന്? ഞാൻ ആദ്യം പറഞ്ഞ ആ പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക. ആ പെൺകുട്ടി ചോദിച്ചു, എന്താ കർത്താവേ ഇങ്ങനെ എനിക്ക് മാത്രം? 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൾക്കൊരു ഉത്തരം കിട്ടി. ആ ഉത്തരത്തിൻ്റെ ഭാഗമായിട്ട് അവൾ ഹോസ്പിറ്റൽ വിട്ട് കഴിഞ്ഞിട്ട് അവൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ചെയ്തു. എന്താണെന്നറിയാമോ? അവളുടെ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് അവളെപ്പോലെ കഷ്ടം അനുഭവിക്കുന്ന ആൾക്കാരോട് സുവിശേഷം പറയാനായിട്ട് തുടങ്ങി. ആ സ്ത്രീയുടെ പേരെന്താണെന്നറിയാമോ? ആ സ്ത്രീയുടെ പേര് ജോണി ടാഡ എറിക്സൺ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്താൽ നോക്കിയാൽ മതി. ജോണി ടാഡ എറിക്സൺ. ഇന്ന് കർത്താവിൻ്റെ വചനം ഇങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്ക് സ്വാധീനമില്ലാതെ പാരലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന അനേകരെ കർത്താവിലേക്ക് നേടാൻ കഴിയുന്ന ഒരു സഹോദരിയായിട്ട് അവൾ മാറി. ഇന്ന് ജോണി ടാഡ എറിക്സൺ എന്നതായ
ഒരു മിഷൻ മൂവ്മെന്റ് തന്നെയുണ്ട്. എന്താ കാരണം എന്നറിയാമോ? അവൾക്ക് ദൈവം കൊടുത്ത വീഴ്ച. അവൾ അന്ന് വീണില്ലായിരുന്നെങ്കിൽ അവളുടെ സാഹചര്യത്തിൽ സന്തോഷിച്ച് അവൾ മുന്നോട്ട് പോയനെ. പക്ഷെ ഇന്ന് അവളെ പോലെ കഷ്ടം അനുഭവിക്കുന്നവരാരും കർത്താവിനെ അറിയാത്തവരായി മാറിയനെ. പക്ഷെ ഇന്ന് അവൾ മുഖാന്തരം കർത്താവിനെ അറിയുന്ന അനേകരുണ്ട്. ഇന്ന് വൈകുന്നേരം ഇന്ന് രാവിലെ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുക: എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ഓരോ വേദനയും, ഓരോ കഷ്ടതയും, ഓരോ സാഹചര്യവും അത് അവസരമാണ്. കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയുന്ന അവസരം. എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെയുള്ളവർക്കും മറ്റുള്ളവർക്കും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്ന അവസരമാണ്. എന്നെ നിങ്ങളെയും ദൈവം കടത്തിവിടുന്ന ഓരോ അനുഭവത്തിലും എൻ്റെ കണ്ണിലൂടെ അല്ല, എൻ്റെ കർത്താവിൻ്റെ കണ്ണിലൂടെ സാഹചര്യങ്ങളെ കാണാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അതുപോലെ ഞാനും നിങ്ങളും കടന്നു പോകുന്ന സാഹചര്യങ്ങളുടെ മധ്യത്തിൽ എൻ്റെ കർത്താവെ, സുവിശേഷത്തിന് യോഗ്യമാകുന്ന രീതിയിൽ ഒന്നും കൂടി നന്നാകാൻ എന്നെ സഹായിക്കണം. സുവിശേഷം എന്നുള്ള കർത്താവാണെങ്കിൽ ആ കർത്താവിന് യോഗ്യമാകുന്ന രീതിയിൽ അവൻ്റെ കഷ്ടത എൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ കഷ്ടത ഞാനും ഈ ക്രിസ്തുവിൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുകയാണെന്നുള്ള ചിന്തയോടുകൂടെ, അത് എൻ്റെയും മറ്റുള്ളവരുടെയും ആശ്വാസത്തിന് കാരണമാകുന്നു എന്ന ചിന്തയോടുകൂടെ അതിനെ കാണുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ദൈവം തന്ന പ്രതിസന്ധികളുടെ വിജയം ആഘോഷിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പരാതി പറഞ്ഞു, എന്താ കർത്താവേ എനിക്ക് മാത്രം. എങ്ങനെ ജീവിക്കണം നമുക്ക് ചിന്തിക്കാൻ.